വലിയ പരാജയം മണത്ത UDF വലിയ രീതിയിൽ പണം ഓരോ വാർഡിലും ഒരു വോട്ടിന് ചില വാർഡുകളിൽ 25,000 രൂപ വരെ പണം കൊടുത്തുകൊണ്ട് വിലക്ക് വാങ്ങുകയാണ് ഈ മഞ്ചേരിയിൽ നടന്നിട്ടുള്ളത്. നമ്മളോടൊപ്പം കൂടെയുള്ളത് മഞ്ചേരി നഗരസഭയിലെ LDFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിട്ടുള്ള 16-ാം വാർഡ് വേട്ടേക്കോട് നിന്ന് മത്സരിച്ചിട്ടുള്ള ഉബൈദാണ്. വലിയ പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ LDF നേരിട്ടിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിനെ എന്താണ് ഇടതുപക്ഷത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഭരണപരാജയത്തിന്റെ ഭാഗമായിക്കൊണ്ട് മഞ്ചേരി മാറണം, ഭരണം LDF എന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളതാണ് LDF. മഞ്ചേരി മാറുന്നതിന് വേണ്ടി ജനങ്ങളാകെ തയ്യാറായിരുന്നു. ഞങ്ങൾക്കറിയാം, വാർഡുകളിൽ പ്രചരണത്തിനിറങ്ങുന്ന സമയത്ത് മുഴുവൻ ആളുകളും മഞ്ചേരിയിൽ മാറുന്നതിന് വേണ്ടി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വലിയ പരാജയം മണത്ത UDF വലിയ രീതിയിൽ പണം ഓരോ വാർഡിലും ഒരു വോട്ടിന് ചില വാർഡുകളിൽ 25,000 രൂപ വരെ പണം കൊടുത്തുകൊണ്ട് വിലക്ക് വാങ്ങുകയാണ് ഈ മഞ്ചേരിയിൽ നടന്നിട്ടുള്ളത്. ഇത് മഞ്ചേരിയിൽ നടന്നിട്ടുള്ള പണക്കൊഴുപ്പിന്റെ വിജയമാണ്. യഥാർത്ഥത്തിലുള്ള മഞ്ചേരിയിൽ ജനാധിപത്യത്തിന്റെ വിജയമല്ല, മഞ്ചേരിയിലെ പല വാർഡുകളിലും ഉണ്ടായിട്ടുള്ളത്. എൻ്റെ വാർഡിൽ തന്നെ 16-ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എന്നെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എൻ്റെ എതിരാളിയായിട്ടുള്ള സ്ഥാനാർത്ഥി എല്ലാ വീടുകളിൽ നിന്നും അവരുടെ മൊബൈൽ നമ്പറും അവരുടെ മൊബൈൽ നമ്പർ ശേഖരിച്ചുകൊണ്ട് അവർക്ക് പണം ഓൺലൈനായി GPay ആയി നൽകുകയുണ്ടായിട്ടുള്ളത്. പല വീടുകളിലും ഞങ്ങൾക്കറിയാം, പല ആളുകളും പണം കിട്ടിയിട്ടുള്ള വിവരം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പണം കിട്ടിയിട്ടുള്ള ചില ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ പണം അവർ ഇരുന്ന് വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം വീടുകളിലും ഈ രീതിയിൽ ഓരോ വോട്ടിനും ഇത്ര തുക എന്ന് വെച്ച് പണം മാത്രമല്ല, അവർ ചില വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം. നഗരസഭയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അവരുടേതായ രീതിയിൽ വീട് നിർമ്മിച്ചു കൊടുക്കാം. വീടുകൾ പെയിന്റ് അടിക്കാത്ത വീടുകളിൽ പോയി പെയിന്റ് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വീടുകൾ ചിലപ്പോൾ തേച്ചിട്ടില്ല, സിമെന്റ് തേച്ചിട്ടില്ലാത്ത വീടുകൾ, ചുമര് തേച്ചിട്ടില്ലാത്ത വീടുകൾ, ആ ചുമര് തേച്ചു കൊടുക്കാം. അടിയിൽ ടൈല് പതിച്ചിട്ടില്ലാത്ത വീടുകളിൽ പോയി ടൈല് പതിച്ചു കൊടുക്കാം. അങ്ങനെ വലിയ രീതിയിലുള്ള ഓരോ വീടുകൾക്കും ഓരോ വോട്ടിനും വലിയ രീതിയിലുള്ള തുക വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ രീതിയിൽ പണം കൊടുത്തുകൊണ്ട് വാങ്ങുകയാണ് മഞ്ചേരിയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമാണ് വേട്ടേക്കോട് സംഭവിച്ചത്. വേട്ടേക്കോട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ ഞാൻ വിജയിക്കുമെന്ന ഉറപ്പായ ഘട്ടത്തിൽ ആ രീതിയിലേക്ക് വലിയ രീതിയിൽ പണം ചെലവഴിച്ചതാണ് എന്നെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് മഞ്ചേരിയിലെ ഭൂരിപക്ഷം വാർഡുകളിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് മഞ്ചേരിയിൽ പരാജയം സംഭവിച്ചിട്ടുള്ളത്. ഇത് മഞ്ചേരിയിലെ UDFന്റെ ഭരണത്തിനുള്ള ഒരു അംഗീകാരമല്ല. ഇപ്പോഴും പരാജയപ്പെട്ട പ്രദേശങ്ങളിലും ആളുകൾ പറയുന്നത്, LDFന്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിടത്തും പറയുന്നത് മഞ്ചേരിയിലെ UDFന്റെ ഭരണം വളരെ അഴിമതി നിറഞ്ഞതും അതുപോലെ തന്നെ മഞ്ചേരിയുടെ വികസനം മുരടിപ്പുള്ളാക്കുന്നതുമായിരുന്നു എന്ന് എല്ലാവരും ഇപ്പോഴും സമ്മതിക്കുന്നതാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മിക്ക ഇടങ്ങളിലും BJPയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. പൊതുവെയുള്ള ആരോപണങ്ങളിൽ UDFും BJPയുമായുള്ള അന്തർധാര സജീവമാണെന്ന ഒരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. എങ്ങനെയാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നത്? മഞ്ചേരിയിൽ UDF BJPയുടെ വോട്ട് വിലക്ക് വാങ്ങിയിട്ടുള്ള വാർഡുകളുണ്ട്. അതുപോലെ തന്നെ ചില വാർഡുകളുമായി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വാർഡുകളുണ്ട്. ഇപ്പോ മേലാക്കം വാർഡിൽ BJP വിജയിച്ചത് BJPക്ക് അരികായ വാർഡിലെ UDFന്റെ വോട്ട് UDFനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി BJP അവിടെ വോട്ട് ചെയ്യുകയും മറിച്ച് ഇവിടെ LDFനെ തോൽപ്പിക്കാൻ വേണ്ടി BJPക്ക് വോട്ട് ചെയ്യാനും തീരുമാനിച്ചതിന്റെ ഭാഗമായാണ്. എന്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർഡ് BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 150-ലേറെ വോട്ട് കിട്ടിയിട്ടുള്ള വാർഡാണ്. ഇവിടെ നോമിനേഷന്റെ ദിവസം നോമിനേഷൻ കൊടുത്ത ദിവസം ആദ്യ ദിവസങ്ങളിൽ റോഡിലാകെ ചിത്രം വരച്ച് അതുപോലെ തന്നെ താമര ഒട്ടിച്ച് വലിയ രീതിയിൽ പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് അവർ വീട് കയറുകയോ ഒരു പ്രവർത്തനം നടത്തിയില്ല. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് BJP പ്രവർത്തന രംഗത്ത് ഇറങ്ങാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പിന്റെ മുമ്പുള്ള ഞായറാഴ്ച ഞങ്ങൾ എല്ലാവരും സജീവമായി ഇറങ്ങുമെന്ന് പറഞ്ഞു. സാധാരണ ഇവിടെ ഒരു 10-15 പേരെങ്കിലും BJPയുടെ പ്രചരണ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന 2 പേര് മാത്രം ഞായറാഴ്ച ദിവസങ്ങളിൽ ചില വീടുകളിൽ മാത്രം കയറി. അത് മാത്രമല്ല, BJPയുടെ താമര ഒട്ടിച്ച് നടന്ന ആള് കോൺഗ്രസ് കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ പണം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചില സഖാക്കളെ സമീപിച്ചിട്ടുള്ളതും വിവരം ഞങ്ങൾക്കറിയാം. ഇവിടെ അതിന്റെ ഭാഗമായി 65 വോട്ട് മാത്രമാണ് BJP കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള മുഴുവൻ വോട്ടുകളും വിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പല വാർഡുകളിലും ഇവിടെ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ചേരി നഗരസഭയിലെ
എല്ലാ വാർഡുകളിലെയും വോട്ട് BJP വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. BJP ഒരു വാർഡിൽ വിജയിക്കുന്നതിന് വേണ്ടി ചില വാർഡുകളുടെ വോട്ട് BJP UDFന് മറിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഉണ്ടായിട്ടുള്ളത്. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.